ഹായ് ഗൈസ്, രാവിലത്തെ ട്യൂഷൻ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഓർത്തൊരു വെക്കേഷനൊക്കെ കഴിയാറായി. വെക്കേഷൻ നോക്കുമ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്യും, ഒന്നും നടന്നില്ല. അപ്പൊ എന്തായാലും വീട്ടിലിരിക്കില്ല, സിനിമ കാണാൻ പോയാലോ വിചാരിച്ചു. അപ്പത്തേന് ഫോണിൽ തന്നെ വിളിച്ചു നമ്മുടെ കൂട്ടുകാരനെ. എന്നാ ശരി നമുക്ക് പോവാ പറഞ്ഞു. പക്ഷേ പ്രശ്നമുണ്ട്, ഏത് സിനിമയ്ക്കാ പോവാന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കുമ്പോഴാണ് അതിരടി കാണുന്നത്. എന്നാ ശരി അതിരടി കാണാൻ പോവാ വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നേരെ നമ്മൾ ആ ചങ്ങായി എടുക്കാൻ പറ്റില്ല, കാരണം മൊത്തം മഴയും കൂടെ മൊത്തം ചളിയാ. അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരെ നടന്നിട്ട് പോയി നേരെ ബസ് സ്റ്റോപ്പിൽ എത്തി. കറക്റ്റായി ബസ് കിട്ടി. അങ്ങനെ കുറച്ചു നേരം ബസ്സിൽ നിന്നതിന്റെ ശേഷം നോക്കുമ്പോൾ ഒരു മാമൻ എണീച്ചു പോകണം. ആ മാമന്റെ സീറ്റ് പോയി ഞാൻ കിട്ടിയൊരു അടിപൊളി സീറ്റ് ഇട്ടു, നമ്മുടെ കണ്ടക്ടറിന്റെ സീറ്റ്. എന്ത് രസാന്ന് അറിയാം അവിടെ ഇരിക്കാൻ. അങ്ങനെ അവന്റെ ബസ് സ്റ്റോപ്പിൽ അവനെ കാണല്ലോ. ഞാൻ വിചാരിച്ചു നേരത്തെ ബസ്സിൽ പോയിന്ന്. അപ്പൊ തന്നെ ഫോൺ എടുത്ത് വിളിച്ചു. ഫോൺ എടുത്ത് നോക്കുമ്പോ അവന്റെ ചേച്ചി എടുത്ത്. അവന്റെ ചേച്ചി പറഞ്ഞു സൗരവ് പോയിന്ന്. അവന്റെ അടുത്ത് വെച്ചാൽ ഫോണും ഇല്ല. ഞാൻ ആ കുടുങ്ങി. ഞാൻ നേരെ പോയി ലക്കിടി ലേഡറോട് പോയി. അതിന് ഉമ്മർത്ത് പോയി വെയിലും കൊണ്ട് ഞാൻ 5 മിനിറ്റ് 10 മിനിറ്റ് നായി വരുന്നില്ല. ഒരു 5-6 ബസ് പോയിട്ട് എന്നിട്ട് അതിലൊന്നും അടുത്ത ബസ്സിൽ നോക്കുമ്പോ ചങ്ങ ഇതാ വരുന്ന ഇറങ്ങിയിട്ട് അവനെ കൂടി നേരെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിക്കാണ് പോയി. ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് മൊത്തം ക്യൂ. സിനിമ തുടങ്ങുക 11 മണിക്ക്. അങ്ങനെ ഫോൺ എടുത്ത് നേരെ നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് നേരെ ടിക്കറ്റ് എടുത്ത് നേരെ ഹാളിലേക്കാണ്ട് കയറി. പിന്നെടോ എന്തൊരു തണുപ്പാ. അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സീറ്റ് പോയി ഇരുന്നു. എന്നിട്ട് ഇന്റർവെൽ ആയപ്പോ ഞാൻ നേരെ പോയിട്ട് പോപ്കോൺ മേടിച്ചോണ്ട് ഇരുന്നിട്ട് നിന്നു. അങ്ങനെ സിനിമ കഴിഞ്ഞപ്പോഴാണ് നല്ല വിശപ്പ്. സമയം നോക്കി 2-2:30. അങ്ങനെ നേരെ ഞങ്ങൾ 10 രൂപയിൽ പോയിട്ട് അറേബ്യൻ ഹോട്ടലിൽ കയറി അങ്ങോട്ട് തിന്നു. ആ മന്തി വെച്ചപ്പോ മന്തിക്ക് വില കൂടുതൽ. അപ്പൊ ഞങ്ങള് ബിരിയാണി നേരെ വീട്ടിൽ കണ്ട് വിട്ടു. എന്നാ ശരി.